യെസ്. ഹലോ എവരി വൺ. നമ്മളിങ്ങനെ യു എയിൽ ഒരു മാളിലോട്ട് ഇങ്ങനെ നടക്കാണ്. അപ്പോൾ ബേസിക്കലി നമ്മളിത് വീഡിയോ ചെയ്യാനുള്ള കാരണം ആർട്ടിക്കിൾ ഷിപ്പ് ഇൻ യു എ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഷിപ്പ് ഇൻ GCCനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കണ്ടന്റ്സ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി യു എ തന്നെ ആർട്ടിക്കിൾ ഷിപ്പ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോസ് ആൻഡ് കോൺസ് വെറും പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലല്ലാണ്ട് ഒരു റിയാലിറ്റി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളത് നിർത്തി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ അത്ര ഫേവറബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. റൈറ്റ്. അപ്പോൾ ഇപ്പം റീസെന്റ് CA ഇന്റർ ഒക്കെ ക്വാളിഫൈ ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് പേഴ്സണലി നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം എങ്ങനെ ആയിരിക്കും ഇപ്പോഴത്തെ ഒരു സാധ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ചെറിയൊരു ഇൻസൈറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ തന്നെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന നമ്മളെ മമ്മൂനോട് ചോദിക്കാം, എന്താണ് മമ്മു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മമ്മൂന്റെ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ എന്തായിരിക്കും? അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഈ ഒരു ഇഷ്യൂസ് എല്ലാവർക്കും അറിയുന്നതാണ്. GCC മൊത്തം UAE മാത്രമല്ല മൊത്തത്തിലായിട്ട് നമുക്ക് അല്ലെങ്കിൽ കാണുന്ന ഹയറിങ്ങും കുറച്ച് കുറവ് തന്നെയാണ്. മാത്രമല്ല ഈ ഒരു സിറ്റുവേഷൻ പ്രമാണിച്ച് എന്താ പറയാ, ഒന്ന് ഹോൾഡ് ചെയ്യാനേ പുതിയ വരുന്ന ആൾക്കാരോട് പറയാനുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഹണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ ഹണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊന്ന് മാക്സിമം ട്രൈ ചെയ്യുക. മാക്സിമം നിങ്ങളെ പറ്റുന്ന രീതിയിൽ മാക്സിമം മെയിലും കാര്യങ്ങളൊക്കെ അയച്ച് ട്രൈ ചെയ്യാം. വിസ ഒക്കെ റിന്യൂ ചെയ്യേണ്ടി വരും, അത് ഈ സാഹചര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേയും. അതെ. കാരണം നമ്മൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ ഒരു കണ്ടന്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടികളായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാലങ്ങളായിട്ട് കണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അടക്കം വിസ ചിലപ്പോൾ 1-2 തവണ റിന്യൂ ചെയ്യേണ്ട ഒക്കെ ഇത് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിപ്പോ ഒരു സ്റ്റുഡന്റ് വരുന്ന സമയത്ത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം 2 മാസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് ആൾക്കാരുണ്ട്. പക്ഷെ അതിനുശേഷത്തെ 4 മാസമായി ഇപ്പൊ അതിനേക്കാളും കൂടുതൽ ഇങ്ങനെ സമയം പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കുറച്ച് വിസ ഉള്ളവർക്ക് മാത്രം എന്നുള്ള വരെ ആയിട്ടുണ്ട്. വിസിറ്റ് വിസയിലുള്ള ആൾക്കാർ അത് എക്സ്പയർ ആയപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ട് അവിടെയും കേറേണ്ടി വന്നാന്ന് ഉദ്ദേശിക്കുന്നത് UAE ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഇവിടെ വന്ന് അത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ടും ഇവിടെ റെഡി ആവാണ്ട് നാട്ടിലേക്ക് പോയിട്ട് അവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ റിയാലിറ്റീസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഇവിടെ ആയിട്ട് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട്, കാരണം ഇന്നലെല്ലായിട്ട് 1-2 വേക്കൻസീസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ അതൊക്കെ കുട്ടികൾക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒന്ന് ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് വേണമെങ്കിൽ ഓക്കെ. കാരണം ഫാമിലി ഉണ്ട്, കാര്യമായിട്ട് നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങൾ വരൂല. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, കാരണം അവർ വന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് മറ്റുള്ള ഇപ്പോൾ കുറെ ആൾക്കാരുണ്ടാവും വിസിറ്റിൽ വന്നിട്ട് സ്വന്തം എക്സ്പെൻസിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ബെഡ് സ്പേസ് എടുത്ത് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ റിയാലിറ്റിയും കുട്ടികൾ മനസ്സിലാക്കണം. കാരണം നമ്മൾക്ക് വന്നിട്ടുള്ള കുറച്ച് ഇൻസ്റ്റൻസസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നാട്ടിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 4 മാസം 6 മാസം ഒക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചോദിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അത്തരം കുട്ടികളോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭയങ്കര കളർഫുൾ ആയിട്ടൊന്നും UAE ആർട്ടിക്കിൾഷിപ്പിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. എവിടെ ചെയ്താലും അതിന്റെ ക്വാളിറ്റിയിൽ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഓൾറെഡി ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നല്ല സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്റെ ഫ്രണ്ട് UAEയിലാണ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കൂടി ചെയ്യണം എന്ന മൈൻഡ് സെറ്റില് ദയവ് ചെയ്ത് നിങ്ങൾ ട്രാൻസ്ഫറിനെ പറ്റി ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ. മാത്രമല്ല അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ട്രാൻസ്ഫർ ആകുമ്പോൾ ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷത്തോളം അടുത്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വിസ കൊടുക്കുന്നത് 2 വർഷത്തേക്കാണ്. അപ്പോൾ ഈ 1 വർഷത്തേക്ക് നമുക്ക് വിസ തരുമെന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ട് കിട്ടാനുള്ള സാധ്യതയും കുറവായിരിക്കും. അങ്ങനെ കയറിയിട്ടുള്ള കുട്ടികളുണ്ട്, ഇല്ല. നമുക്കൊരു ബെഞ്ച് മാർക്ക് 1 വർഷം കൂടി നമ്മൾ അവിടെ നിൽക്കണമല്ലോ. കാരണം ഇവിടെ 2 വർഷത്തെ വിസയിലാണ് വരുന്നത്. ഇവിടെ ആരും 1 വർഷം കഴിഞ്ഞിട്ട് 1 വർഷത്തെ വിസ കൊടുക്കുന്നില്ല, അങ്ങനെ കൊടുക്കുന്നില്ല. 2 വർഷം പിന്നെയും നിൽക്കണം, അതും കൂടി കൺസിഡർ ചെയ്യണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കറന്റ് നാട്ടിൽ തന്നെ നിൽക്കാണ്, UAEയിലേക്ക് വരണം എന്നുണ്ട്. പക്ഷെ ഈ ഒരു പോയിന്റ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന കുട്ടികളും ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ട്. അപ്പൊ അത്തരം കുട്ടികള് മേ ബി എന്ത് ചെയ്യാ, ഒന്ന് റീതിങ്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇനി ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ UAE പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നാട്ടിൽ തന്നെ നല്ല സ്ഥലത്ത്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്, അത്ര 6 മാസം നമ്മളെ ഫൈനൽ എക്സാമിനെയാണ് ബാധിക്കുന്നത്, അത്രത്തോളം ഡിലേ ആകും. മാത്രമല്ല ICA ഇപ്പം എക്സാംസിന്റെ ഒരു വിൻഡോ എന്ന് പറയുന്നത് 3 തവണ എന്നുള്ളത് ഇയർലി 2 തവണ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, മെയ്യിലേക്കും നവംബറിലേക്കും. അപ്പൊ നമ്മുടെ ആർട്ടിക്കിൾഷിപ്പിന് കയറുന്ന ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ CA ഫൈനൽ അറ്റംപ്റ്റ് അത്രത്തോളം ലാഗ് വരും. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അതെ, കറക്റ്റ്. കാരണം നമ്മൾ 1 മാസം ഡിലേ ആയാൽ ചിലപ്പോൾ നമ്മുടെ അറ്റംപ്റ്റ് ഒരു 6 മാസത്തേക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്.
സോ ഒന്നിനു വേണ്ടിയിട്ടും നമ്മള് കൂടുതൽ ഡിലേ ആവാത്ത രീതിയിൽ, എന്നാൽ ഇനി അഥവാ ഇവിടത്തേക്ക് തന്നെ വരണം എന്നാലും നാട്ടില് പെട്ടെന്ന് വരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ മേ ബി അപ്സ്കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. വെറുതെ ഇരിക്കണ്ട. കാരണം നമ്മൾ ഇപ്പൊ എന്തായാലും നമുക്ക് CA ഫൈനലിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാനും പറ്റൂല. കാരണം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് 6 മാസത്തെ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ സ്റ്റുഡൻസിന് ഇപ്പൊ ഈ പറയുന്ന സ്റ്റുഡൻസിന് ഓക്കെ കുഴപ്പമില്ല, അവർക്ക് 6 മാസം വെയിറ്റ് ചെയ്യാം, പ്രശ്നമില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസ് അവരെന്ത് ചെയ്യാം, മാക്സിമം പറ്റുമെങ്കിൽ നാട്ടിൽ നിന്ന് ഈ പറയുന്ന വാറ്റ് CT ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ എക്സലും അതൊക്കെ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ സാഹചര്യത്തിൽ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. മേ ബി അത് അവർക്കൊരു ബെനിഫിറ്റ് തന്നെയാണ് സർട്ടിഫിക്കേഷൻസ് പറയുന്നത് ഒരു CV-യിൽ. അപ്പൊ അത് വേണമെങ്കിൽ ചെയ്യാം. ലൈക്ക് ഇവിടെ നമുക്ക് ഇവിടെ തന്നെ വേണം, 6 മാസം വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇത് കഴിയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള കുട്ടികൾ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഹോപ്പ് ശരിയാവും, പെട്ടെന്ന് ശരിയാവും എന്നുള്ളത്. മാത്രമല്ല ഇതിന്റെ കൂടെ നമ്മൾ ഓൾറെഡി നിർത്തി വെച്ചിട്ടുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കാരണം നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി കുറച്ച് കുട്ടികളുടെ കൂടി എക്സ്പീരിയൻസുകൾ കൂടി നമ്മൾ ഇതിന്റെ ബാക്കിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി എടുത്ത വീഡിയോസ് ഉണ്ട്. മാത്രമല്ല ഈ ചെയ്യാൻ പോകുന്ന കുട്ടികൾ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓൾറെഡി നമ്മളൊരു 4 സെഷൻസ് ചെയ്തിട്ടുണ്ട്, ഒരു 3ഓളം സെഷൻസ് വരാനുണ്ട്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇവിടുത്തെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതൊക്കെ ചെയ്യാം. നമ്മളെ CA ആർട്ടിക്കിൾസ് GCC എന്നുള്ള പേജും നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചാൽ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്.